എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ആരാംകോ ഓയിൽ റിഫൈനറി ശരിക്കും അക്ഷരാർത്ഥത്തിൽ അടിച്ച് തകർത്തിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ അത് നിന്ന് കത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഒരു ഓയിൽ റിഫൈനറി പോലെയുള്ള സംഭവങ്ങൾ തീ പിടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ എടുത്താൽ മാത്രമേ അത് അണയ്ക്കാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അതായത് വലിയ ചെലവുള്ള പ്രക്രിയയാണ്. അതുമാത്രമല്ല, എത്ര വർഷങ്ങളുടെ എഫേർട്ട് എടുത്താൽ മാത്രമേ ഇത്തരം റിഫൈനറിയുടെ തീപിടുത്തം അതായത് അത് നിർത്താൻ പറ്റൂ. അപ്പോൾ ആരാണിത് പിന്നിൽ? ഒരിക്കലും സൗദിയും അമേരിക്ക പോലും എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്കെല്ലാം ഇടലാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും സൗദി അറേബ്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. നമുക്കറിയാം, ലോകത്തിലെ പല രാജ്യങ്ങളും എണ്ണ വാങ്ങുന്നത് ഈ സൗദിയുടെ പക്കൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എണ്ണയുടെ വരവ് നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക വിലക്കയറ്റം ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും. വിലക്കയറ്റം വന്നാൽ തന്നെ ആ രാജ്യത്തെ സാമ്പത്തിക നില താറുമാറാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ ആരാണ്? ഒരിക്കലും ഇറാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ചില ഉറപ്പുകൾ GCC രാജ്യങ്ങൾക്ക് കിട്ടിയെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്തിലെ എയർ ബേസും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന്. പക്ഷേ ഇപ്പം അമേരിക്കയുടെ താല്പര്യം കൂടിയാണിത്. അതായത് അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത്? ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ മൊത്തം സംഭവങ്ങൾ ഞങ്ങളുടെ കാൽക്കീഴിൽ വരണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോയെ പിടിച്ചുകൊണ്ടുപോകുന്നതും അവിടുത്തെ എണ്ണയുടെ ഫുൾ ആക്ടിവിറ്റീസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ ഈ സൗദി ആരാംകോയിൽ കയറി അടിച്ചത് ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കുന്നത്? അമേരിക്കയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നുള്ള എണ്ണ വാങ്ങൽ മറ്റു രാജ്യങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങൾ നേരെ അടുത്ത് ബന്ധപ്പെടുന്ന അമേരിക്കക്കായിരിക്കും. തൽഫലം എന്താണ്? ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ സപ്ലൈ എന്ന രീതിയിൽ അമേരിക്ക മാറും. ഡോളറിൻ്റെ സുപ്രീമസി അമേരിക്കക്ക് നിലനിർത്താനും പറ്റും. അപ്പോൾ ഇത് വലിയ രീതിയിലെ പ്രശ്നങ്ങളാണ്. സൗദി മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടാകാൻ പോവുകയാണ്. അതായത് നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഓയിൽ റിഫൈനറിയാണ് ഈ ആരാംകോ. ലോകത്തിൽ ഏറ്റവും നമ്പർ 1 എന്ന് വെച്ചാൽ നമ്മുടെ ജാംനഗർ റിലയൻസിൻ്റെയാണ്. അവിടെ ഏകദേശം 1.24 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷത്തോളം ബാരൽസാണ് പെർ ഡേ ഈ ആരാംകോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ പക്കൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കിയാണ്. അതായത് ഇത് വലിയ രീതിയിലുള്ള ഇനിയിപ്പം അടുത്ത ഇറാൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ടാൽ എന്താ സംഭവിക്കുന്നതോ? ഇപ്പോൾ ഈ റിഫൈനറിയിൽ തന്നെ വലിയ തീപിടുത്തം ഉണ്ടായില്ലേ? അപ്പോൾ ഈ തീപിടുത്തം അണക്കാൻ വേണ്ടി തന്നെ വലിയ രീതിയിലുള്ള എഫേർട്ടുകൾ ഇനി വേണ്ടി വരും. എത്രത്തോളം സമയം എടുക്കും? ചിലപ്പം 1-2 വർഷം പോലും എടുക്കും. നേരെ മറിച്ച് എണ്ണപ്പാടങ്ങൾ തീയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം എടുത്താൽ പോലും അത് അണയ്ക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇത് ശരിക്കും വലിയ ലോകത്തിൽ മൊത്തം സാമ്പത്തികമായ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വന്നില്ല. ഈ കുറച്ച് മണിക്കൂറുകളായുള്ളൂ ഈ ന്യൂസുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്. അപ്പോൾ അമേരിക്ക എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കിയാണ്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്നിട്ട് ഇറാനെ ആക്രമിക്കുന്ന ആ സമയത്ത് തന്നെ GCC രാജ്യങ്ങൾക്ക് എല്ലാം വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അവർക്കറിയാം, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതായത് ഈ GCC രാജ്യങ്ങളുടെ അവരുടെ ഡിഫൻസ് കാര്യങ്ങളൊക്കെ അവരെ സുരക്ഷിത ആണെന്ന് തോന്നുന്നു തന്നെ ഈ അമേരിക്കയുടെ എയർബേസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഒരിക്കലും നമുക്കറിയാം, ഈ യുദ്ധത്തിൽ ഇറാൻ എന്തായാലും അമേരിക്കയിലേക്ക് മിസൈൽ വിടാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? അതായത് അമേരിക്കക്ക് ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടി, അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയ രീതിയിൽ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അമേരിക്കക്കും ഇസ്രായേലിനും പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ സഖ്യകക്ഷികൾ പോലെ നിൽക്കുന്ന രാജ്യങ്ങളായി GCC രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് സൗദി തിരഞ്ഞെടുത്തു എന്ന് മാത്രം. വരും ദിവസങ്ങളിൽ UAE അറ്റാക്ക് ഉണ്ടാവും, ഖത്തറിൽ അറ്റാക്ക് ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളിലും GCCയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവരൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കിയിട്ട് അമേരിക്കയെ ഒന്ന് പ്രഷറൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പം ഖത്തറായാലും UAE ആയാലും ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വികസന കുതിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ടൂറിസ്റ്റും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതൊക്കെ കൊണ്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ അതൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ രാജ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഇപ്പം തന്നെ ഗൾഫ് GCC രാജ്യങ്ങളിലേക്കുള്ള പല എയർലൈൻ സർവീസും നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഈ ടൂറിസ്റ്റുകളൊന്നും ഇനി അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോവില്ല. ഈ ഇറാൻ ഇസ്രായേൽ വിഷയം ഒരു തീരുമാനമാകാതെ, ശാശ്വതമായ പരിഹാരം കാണാതെ ഇനി ഇത്തരം രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകളും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ പെട്ടുപോയിരിക്കുകയാണ്, അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് ആ രാജ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന് അടുത്തൊരു സംശയമില്ല. ഇനി അവർ ലക്ഷ്യം വെക്കുന്നത്, നേരത്തെ പറഞ്ഞ എണ്ണപ്പാടങ്ങൾ തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വലിയ രീതിയിലുള്ള അത് ശരിക്കും ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ, അതായത് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വലിയ രീതിയിൽ അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി വലിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇതിന് പിന്നിൽ അമേരിക്കൻ താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന്. അത് ഖമേനിയെ കൊന്നു, അതവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ ഒരു അറ്റാക്ക് ആരുടെ ഒരു മോട്ടീവാണ്? അതായത് ഒരിക്കലും ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു ചെറിയ ഉറപ്പ് GCC രാജ്യങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു. അവർ ചെറിയ ഡ്രോൺ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ, അതായത് സൗദിയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പം ആർക്കും ഓയിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറിയ 1-2 മിസൈൽ മാത്രമേ അവിടെ പോയി വീണുള്ളൂ. അവിടെ നിന്ന് കത്തുകയാണ്. അതായത് ഓയിൽ റിഫൈൻ ചെയ്യാൻ പറ്റില്ല സൗദിക്കിനി. അത് ഓയിൽ റിഫൈൻ ചെയ്യാൻ ഇനി ഏകദേശം 1-2 വർഷം വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥക്ക് കാരണമാരാണ്? അതായത് ഒരിക്കലും ഇറാൻ്റെ ഇപ്പോഴത്തെ, അതായത് ഇൻ്ററിം ഗവൺമെൻറ്റില്ല, അവിടുത്തെ ഇൻ്ററിം ഈ ഖമേനിക്ക് ബദലായിട്ട് വന്ന ആൾക്കാരൊന്നും, അവിടുത്തെ ചീഫ് ഓഫ് ഡിഫൻസും ആരും ഒന്നും ഇതിപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല. ഇത് ചെയ്യാൻ ലോകത്തിൽ ഇത് ആഗ്രഹിക്കുന്ന, ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്ന അമേരിക്ക മാത്രമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റാക്കിൽ എന്തോ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ താല്പര്യമാണ് ലോകത്തിലെ എണ്ണ വ്യാപാരം തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന്. ഇപ്പോൾ അവർക്ക് ഒരേ ഒരു പ്രതിയോഗി എന്ന രീതിയിലാണ് ഈ ആരാംകോ റിഫൈനറി ഉണ്ടായിരുന്നത്. ഇനി അവർക്കൊന്നും നോക്കണ്ട. കാരണം വെച്ചാൽ ഇവിടുന്ന് വേണമെങ്കിൽ ഈ സൗദിക്ക് വേണമെങ്കിൽ ഇനി കോൺടാക്ട് ചെയ്യേണ്ടത്, അടുത്ത റിഫൈനറി കോൺടാക്ട് ചെയ്യേണ്ടത് ജാംനഗറിലെ ഇതാണ്. അപ്പോൾ അമേരിക്ക അവിടെ എന്തോ കളി കളിച്ചിട്ടുന്ന രീതിയിലാണ് ഈ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ, അനലിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഏകദേശം 4 ആഴ്ച വരെ യുദ്ധം നീണ്ടു നിൽക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഈ വലിയ രീതിയിലുള്ള ഈ ഇറാനെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിയത് വലിയ തെറ്റായിപ്പോയി. അമേരിക്കക്ക് അത് ഡാമേജ് മാത്രമേ ഉണ്ടാകുന്ന തരത്തിൽ, അതായത് ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, പക്ഷേ ദൂരവ്യാപകമായിട്ട് ലോങ് ടേമിൽ അത് അമേരിക്കക്ക് പ്രശ്നമുണ്ടാകുമെന്നാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇസ്രയേലിൻ്റെ കാര്യമായാലും ഇസ്രയേലിനെ മുൻനിർത്തിയിട്ട് അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം ഇസ്രയേലിൻ്റെ പ്രഷർ കാരണമാണ് അമേരിക്ക മുൻനിരയിൽ നിന്നതും ഈ ഖമേനിയെ തട്ടിയതും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇറാൻ സൗദിയുടെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും അമേരിക്കയുടെ ലോങ് ടേമിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ GCCയിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കയായിട്ട് നല്ല ടേംസിലുള്ള ആൾക്കാരാണ്. ഈ GCCയിലെ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അത് വഴിവെച്ച് കഴിഞ്ഞാൽ ഈ GCC രാജ്യങ്ങൾ അമേരിക്കയായിട്ടുള്ള ബന്ധം എന്താ പറയേണ്ടത്, അത് പുനഃപരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് ലോകകർമ്മത്തിൽ പല സഖ്യങ്ങളും പുതിയ സഖ്യങ്ങളൊക്കെ വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ അതായത് സൗദി പാകിസ്ഥാനായിട്ട് അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. അതായത് സൗദിയെ പാകിസ്ഥാനോ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണം ഞങ്ങൾക്കെതിരെയുള്ള കോമൺ ആക്രമണമായിട്ട് ഈ 2 രാജ്യങ്ങളും ചേർന്ന് അവരെ ആക്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഉടമ്പടി പ്രകാരം, ഈ പാക്ട് പ്രകാരം, സൗദി പാക്ട് പ്രകാരം ഇപ്പം പാകിസ്ഥാനും ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. കാരണം വെച്ചാൽ അത്തരത്തിലാണ് അവരുടെ ഡീല്. അപ്പോൾ അങ്ങനെ നോക്കിയാണ് ആണവായുധം കയ്യിലുള്ള പാകിസ്ഥാൻ സൗദി ഇറാനിലൊരു ആണവായുധം പ്രയോഗിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതാ പറയുന്നത്, ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാൻ കാരണം പുതിയ ലോകക്രമം രൂപപ്പെടും. അവിടെ അമേരിക്ക ആരും വിശ്വാസത്തിലെടുക്കില്ല. GCC രാജ്യങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ടി വരും. ഈ ഒരു ആക്രമണം, അതായത് ഇപ്പോൾ നടന്ന സൗദിയിലെ ആരാംകോ റിഫൈനറി നടന്ന ആക്രമണം അമേരിക്കയാണ് അതിന് പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന് തെളിവുകൾ ഈ രാജ്യങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അമേരിക്ക ഉണ്ടാക്കുമെന്നും വെറുതെയല്ല അമേരിക്കൻ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അതായത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ലോകക്രമത്തിൽ മാറ്റം ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇന്ത്യ അവിടെ വലിയൊരു പ്ലെയറായി നിൽക്കുകയാണ്. ഒരു ജൈജാൻറ്റിക് പ്ലെയറായിട്ട് അപ്പോൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരും. അത് ഭാവിയിൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഓരോ സംഭവങ്ങളും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യം വരുമ്പോൾ അത്തരത്തിലുള്ള സഖ്യത്തിലേക്ക് ഇന്ത്യ പോകും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരും. അത് അമേരിക്കക്ക് അനുകൂലമാണ്. അതൊന്നും ഇന്ത്യ ഒരിക്കലും നോക്കില്ല. കാരണം നമുക്കറിയാം അമേരിക്കയുടെ തിട്ടൂരത്തിനും നിൽക്കുന്ന ഗവൺമെൻറ്റല്ല ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗദിയിലെ റിഫൈനറി ആക്രമിച്ചത് ശരിക്കും ലോകത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പുറത്തുവിട്ടെ. അപ്പോൾ ബാക്കി കാര്യം ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.